തിരികെ സ്വാഗതം. നമ്മൾ റിപ്പോർട്ടർ സോക്കർ സാഗയിലേക്കാണ്. നമ്മളുടെ വേൾഡ് കപ്പ് ഡെസ്കിലെ ടീം തയ്യാറാണ് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് അല്ലേ? ചർച്ചകളൊക്കെ സജീവമാണ്. ആര് ജയിക്കും? സ്പെയിനാണോ അതോ അർജന്റീനയാണോ? ആര് കപ്പെടുക്കും എന്നുള്ളതൊക്കെയാണ്. എന്താ നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ? വിലയിരുത്തലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വേൾഡ് കപ്പ് കഴിയാൻ പോകുന്നു എന്നുള്ളൊരു വിഷമം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഗംഭീരമായി ഇനിയിപ്പോൾ മെസ്സി വീണ്ടും കളിക്കുമോ അങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി നമുക്കൊരു ലോകകപ്പിൽ കാണാൻ കഴിയില്ല. അതുപോലെ ലയണൽ മെസ്സി ഇനി ഒരു ലോകകപ്പിൽ കാണാൻ കഴിയില്ല ഒരു പക്ഷേ. ഇന്നലെ വേണമെങ്കിൽ 2 വേൾഡ് കപ്പും കൂടി ഒക്കെ കളിക്കും എന്നാ പറഞ്ഞത്. ലൂക്കാ മോഡ്രിച്ചിനെ നമുക്ക് ഇനി കാണാൻ കഴിയില്ല. നെയ്മറിനെ നമുക്ക് ലോകകപ്പ് വേദിയിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഈ ഫുട്ബോളിലെ മഹാരഥന്മാരായി വിരാജിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുടെ അവസാന ലോകകപ്പായി മാറുന്നു. അതിനി ഇപ്പം നോക്കൂ, ഇപ്പം യമാല വരുന്നു, എംബപ്പെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ഓളം, അങ്ങനെയുള്ളതില്ല. തുടർച്ചയല്ലേ? അതെ, പുതിയ താരോദയം വരികയാണ്. എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ? എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മറഡോണ പോകുമ്പോൾ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. പെലെ മാറി നിൽക്കുമ്പോൾ ഇതേ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ജീവിച്ചു വന്നത്, ഇത്രയും കാലം ഫുട്ബോളിൻ്റെ ഒന്ന് ജീവിച്ചു വന്നത് ഈ ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ ഒപ്പം തന്നെയാണ്. അപ്പോൾ അവര് നമുക്ക് വാശി ഉണ്ടാവും, സംസാരിക്കുന്ന വാശി ഉണ്ടാകുന്നത് പോലും ഓപ്പോസിറ്റ് ക്രിസ്ത്യാനോ ഫാൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനേക്കാൾ വാശിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഫീൽ ചെയ്യാൻ തോന്നുന്നു. മറഡോണ 90 പോകുന്നത് കണ്ട ആളായതുകൊണ്ട് എനിക്കത് അതില്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടതാരങ്ങൾ ശീലമാണ്. നമുക്ക് ഇനി ഫൈനലിലേക്ക് പോകാം. ഫൈനൽ ഇനിയിപ്പോൾ വലിയ ദൂരമില്ല, ഒരു ദിവസത്തിന്റെ ഒരു അകലം മാത്രമാണുള്ളത്. മറ്റന്നാൾ രാത്രി ഫൈനൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ലയണൽ മെസ്സിയുടെ അർജന്റീന, ലമിൻ യമാലിന്റെ സ്പെയിൻ, 2 ടീമുകൾ. കാരണം നമുക്ക് ആദ്യം 2 പേരുടെയും ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ, കട്ടൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് കൃത്യമായിട്ട് പോകാം. 2 പേരും വരട്ടെ അല്ലേ? ഒരു ഇതിഹാസവും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന വാഴ്ത്തപ്പെടുന്ന യുവതാരവും നേർക്കുനേർ വരികയാണ്. അതെ, ലമിൻ യമാൽ ബാഴ്സലോണയുടെ ജേഴ്സി ഇട്ട് നിൽക്കുകയാണ്. ലയണൽ മെസ്സിയുടെ പഴയ ക്ലബ്ബായ ബാഴ്സലോണയുടെ സ്പാനിഷ് ജേഴ്സി അല്ല കേട്ടോ. കാരണം ഇത് 2 പേരുടെ ഒരു സൗഹൃദത്തിന്റെ കൂടി നമുക്ക് വേണമെങ്കിലൊക്കെ പറയാം. സൗഹൃദം എന്ന് പറഞ്ഞാൽ അപ്പോൾ ബാഴ്സലോണ ഇട്ടതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അല്ല, അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് സംഭവം. അതെ, ഈ 2 താരങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആർക്കായിരിക്കും ഒരു മേൽക്കൈ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ശരിക്കും? അതായത് മെസ്സി ഈ പ്രായത്തിൽ ഈ വിധം കളിക്കുമെന്ന് മെസ്സി പോലും കരുതി കാണില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലയണൽ മെസ്സി ഓരോ മത്സരത്തിലും. ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരായ മത്സരം തന്നെ നോക്കൂ, 2 അതിഗംഭീരമായ അസിസ്റ്റ്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ വീക്ക് ഫുട്ട് എന്ന് പറയപ്പെടുന്ന റൈറ്റ് ഫുട്ടിലാണ് ആ വിധം ഒരു അസിസ്റ്റ് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ മെസ്സി വേറെ റേഞ്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെസ്സിയെക്കാളേറെ കമ്പാരിറ്റീവ്ലി ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിലേക്ക് നോക്കുമ്പോൾ യമാലിന് കുറെ കൂടി അധികം സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം. ഒറ്റയ്ക്ക് കൂടുതൽ പ്രാക്ടീസ് നടത്തുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. വിനേഷ് പറഞ്ഞതുപോലെ മെസ്സി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മെസ്സിയുടെ സാന്നിധ്യമായിട്ട് എന്തായാലും യമാൽ അവിടെ കളിക്കളത്തിൽ ഉണ്ടാകുന്നതാണ് നമുക്കൊരു ആശ്വാസം. അതായത് മെസ്സി ഏതൊക്കെ പൊസിഷനിൽ കളിക്കുന്നു, ഏതൊക്കെ രീതിയിൽ മുന്നേറുന്നു, ഏതൊക്കെ രീതിയിൽ പാസ് കൊടുക്കുന്നു, അതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇപ്പോൾ യമാൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ മെസ്സിക്ക് കിട്ടിയ അതേ സ്നേഹവും ആദരവും ഒക്കെ യമാലിന് കിട്ടുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും തന്നെയാണ്. ഓക്കെ, നമുക്ക് യമാലിനെ മാറ്റിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മെസ്സിക്ക് അവിടെ ഭീഷണിയാവാൻ പോകുന്ന മറ്റൊരു താരത്തെക്കുറിച്ച്, ഒരു കൗമാരക്കാരനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. അതും അദ്ദേഹവും 19 വയസ്സേ ആയിട്ടുള്ളൂ. ബാഴ്സലോണയുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. മാത്രമല്ല എംബാപ്പെ വരെ, വേഗക്കാരനായ എംബാപ്പെ എങ്ങനെ പൂട്ടുമെന്നുള്ളതായിരുന്നു. ഒലിസെ റോഡ്രി പൂട്ടിയപ്പോൾ എംബാപ്പയെ കൃത്യമായി മാർക്ക് ചെയ്ത് ഒരു ബോൾ പോലും വിടാതെ ഫൗള് വഴങ്ങാതെ അതിഗംഭീരമായിട്ട് ക്ലിയർ ടാക്കിൾ ചെയ്യുന്ന പ്ലെയർ തന്നെയാണ് പൗ കുബാർസി എന്ന് പറയുന്നത്. കുബാർസി വേഴ്സസ് മെസ്സി എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെയായിരിക്കും. അതെ,